ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പിൻ്റെ പാല് ചേർത്തിട്ടുള്ള പായസമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് കഴുകി ഒരു കുക്കറിലാക്കി അതിലേക്ക് 3 കപ്പ് വെള്ളവും 1 കപ്പ് പാലുമാണ് ചേർക്കുന്നത്. ഓക്കെ, 3 കപ്പ് വെള്ളമുണ്ട്, 1 കപ്പ് പാലുമുണ്ട്. ഇതിന് ഒരു 2 വിസിൽ കേൾക്കുന്നവരെ വേവിക്കുക. നമ്മളുടെ നുറുക്ക് ഗോതമ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ചേർക്കാത്ത പാല് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പാല്, അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. അതിനുമുമ്പ് കുറച്ച് ഏലക്കാപ്പൊടി, നമ്മൾ കുറച്ച് ജീരകം കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളിവിടെ കുറച്ച് ജീരകം ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് ഉപ്പ് കൂടി ചേർക്കണം. ഒരു നുള്ള് ഉപ്പ് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ കുറച്ച് പഞ്ചസാര നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കളർ കിട്ടും. ഒരു ചെറിയ പിങ്ക് കളറിന് വേണ്ടി ഒരു ലേശം പഞ്ചസാര വേറെ ചൂടാക്കി എടുക്കുന്നുണ്ട്. പഞ്ചസാര ഉരുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കളറായിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇതിലേക്ക് ശകലം ചേർത്ത് പോകും. കുറച്ച് മുന്തിരിയും തേങ്ങാക്കൊത്തും ബദാമും ഒന്ന് നെയ്യിനകത്ത് വരട്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, നെയ്യ് ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പാൽ കൂടി ഇരിപ്പുണ്ട്. അതുകൂടി ഒഴിച്ചിട്ട് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം കളറും ഉണ്ട്. നമ്മൾ കുറച്ച് പാൽ കൂടി ചേർത്തിട്ടിറങ്ങാം, കുറച്ച് ലൂസാക്കി എടുക്കാൻ. നെയ്യും അണ്ടിപ്പരിപ്പില്ലായിരുന്നു, അതിന് പകരം നമ്മൾ ബദാമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പായസം റെഡി ആയിട്ടുണ്ട്.